എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് മാർച്ച് 28 ഈ മാർച്ച് 28 പ്രത്യേകത ഇന്നായിരുന്നു ഡൽഹി ഹൈക്കോടതി ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വിധി പറയാൻ വെച്ചിരുന്ന ദിവസം. അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ 2013 റെയിൽവേ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിനകത്തുള്ള കണ്ടന്റ് ഇങ്ങനെയാണ്: ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? IT ആയിരിക്കും. അങ്ങനെ റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 2018 ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നു. 2019 ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ റെയിൽവേ എന്താക്കി മാറ്റി? 10th പാസ് മാത്രമാക്കി മാറ്റിയായിരുന്നു. 10th പാസ് മാത്രമാക്കി മാറ്റി. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ തരത്തിൽ എന്ത് ചെയ്തു? 2 നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ റെയിൽവേ ഒരു നോട്ടീസ് പുറത്തിറക്കിയായിരുന്നു. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എല്ലാ ഗ്രൂപ്പ് ഡിയുടെയും ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ITI മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? റെയിൽവേ ഒരു ഒഫീഷ്യൽ ആയിട്ട് ഒരു നോട്ടീസ് അങ്ങ് പുറത്തിറക്കി. പക്ഷേ ഇപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ, 2024 നോട്ടിഫിക്കേഷൻ ആണ്, 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ റെയിൽവേ എന്താക്കി മാറ്റിയായിരുന്നു? 10th പാസ് മാത്രമാക്കി മാറ്റിയായിരുന്നു. ഏതാണ്ട് 1 കോടിയിലധികം ആൾക്കാരാണ് എന്ത് ചെയ്തത്? ഈ എക്സാമിന് അപ്ലൈ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഫീമെയിൽ ആണെങ്കിൽ 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഓക്കെ, അപ്പൊ റെയിൽവേ എന്ത് ചെയ്തു? നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു. 1 കോടിയിലധികം ആൾക്കാർ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അപ്പൊ ITI കൊണ്ട് കേസ് കൊടുത്തു. ആ കേസിന്റെ നമ്പർ എത്രയാണ് നോക്കി. ആ കേസിന്റെ നമ്പർ 131/74/2025 ആണ് ആ കേസിന്റെ നമ്പർ വരുന്നത്. അപ്പോൾ ഇന്ന് മാർച്ച് 28 റെയിൽവേ, ഇതിനു മുമ്പ് തന്നെ റെയിൽവേയുടെ വാദം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർച്ച് 28 ഡൽഹി ഹൈക്കോടതി വിധി വരാനിരുന്ന ദിവസമാണ്. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. പതിവ് പോലെ തന്നെയാണ് എന്ത് ചെയ്തായിരുന്നു? റെയിൽവേ പുതിയൊരു ഡേറ്റിലേക്ക് ഈ കേസ് നീട്ടി വെച്ചായിരുന്നു. എന്നാണ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ ഡേറ്റ് നോക്കിയിടാം. ഡേറ്റ് വന്നിട്ട് മെയ് 26 അതായത് അടുത്ത മാസം മെയ് 26 ഈ വിധിയുടെ എന്ത് ചെയ്തു? വിധി മാറ്റി വെച്ചായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു ഡേറ്റിലേക്ക് എന്ത് ചെയ്തു? ഈ കേസിനെ അങ്ങ് നീട്ടി വെച്ചായിരുന്നു. മെയ് 26, മാർച്ച് 28 നിന്ന് മെയ് 26. ഇവിടെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഇതാണ്: ഒരു ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, മാറാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചിലപ്പോ ഒരു തീയതിയും കൂടെ അങ്ങ് നീട്ടി വെക്കും. അല്ലെങ്കിൽ റെയിൽവേയോട് ഹൈക്കോടതി ഇങ്ങനെയൊക്കെ പറയാമായിരിക്കും. അതായത് ഇത്തവണത്തേക്ക് കൂടെ എന്താണ് ക്വാളിഫിക്കേഷൻ 2 പാസ്സാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിശ്ചയിക്കുക. ഇത്രയും ആൾക്കാർ അപ്ലൈ ചെയ്തതല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാം. എങ്ങനെ വേണം എന്ത് ചെയ്യാം? വിധി വരാം. അപ്പോൾ എനിക്ക് പറയാനുള്ള പോയിന്റ് ഇതാണ്: മെയ് 26 വരെ ഇനി അങ്ങോട്ട് ഫർദർ അപ്പോയിന്റ്മെന്റ്സ് ഒന്നും ബാക്കിയൊന്നും നടത്താൻ പാടില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അതായത് ഗ്രൂപ്പ് ഡി പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാൻ ഇനിയും എന്ത് കിട്ടും? സമയം കിട്ടും. അതായത് മെയ് 26 വരെ എന്ത് കാണത്തില്ല? ഇനി എക്സാം ഒന്നും കാണത്തില്ല. അപ്പോൾ ജൂണിലും എക്സാം നടക്കാൻ ചാൻസ് കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ മെയ് 15 ശേഷം ഒരു ജൂൺ 15 വരെയൊക്കെ ആയിരിക്കും NDPSയുടെ എക്സാം നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ജൂൺ 15 ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏതിന്റെ എക്സാം നടക്കാൻ പോവുകയാണ്? SSC CGLന്റെ എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ജൂലൈ അവസാനമൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ നമുക്ക് പ്രതീക്ഷ മതി. സോ പഠിക്കാൻ അവർക്ക് എന്ത് കിട്ടും? കുറച്ചും കൂടെ നന്നായിട്ട് സമയം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത എല്ലാവരും, ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്ത എല്ലാവരും, നിങ്ങൾ ഇതൊന്നും ബോധർ ചെയ്യരുത്. അവിടെ എന്തോ സംഭവിച്ചോട്ടെ, നമ്മൾ അയ്യോ ഇനി വിധി വന്നതിന് ശേഷം പഠിക്കാം, എന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നും ആലോചിച്ചിരിക്കരുത്. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. റെയിൽവേ എന്താണോ തീരുമാനിക്കുന്നത് അതൊക്കെ എന്ത് ചെയ്യും? അങ്ങ് നടക്കും. പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് അവരെന്ത് ചെയ്യും? ഇപ്പൊ ഡൽഹി ഹൈക്കോടതി ഇതിന്റെ ഒരു വിധി വന്നെന്ന് സങ്കല്പിച്ചോ, അവർക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിലേക്ക് പോവാം. അവിടെ സുപ്രീം കോടതിയിൽ നിന്ന് സിംഗിൾ ബെഞ്ചിൽ നേരെ എങ്ങോട്ട് പോവാം? ഡിവിഷണൽ ബെഞ്ചിലേക്ക് പോവാം. അപ്പൊ എന്ത് വേണം സംഭവിക്കാം? അപ്പൊ നമ്മൾ ഇതിലൊക്കെ ഫോക്കസ് ആയിരുന്നാല് നമ്മുടെ പ്രിപ്പറേഷൻ പോകും, നമ്മുടെ പഠിത്തം പോകും. പക്ഷെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? കുത്തിയിരുന്നങ്ങ് കട്ടക്കിരുന്നങ്ങ് പഠിക്കും. നമ്മൾ മാത്രം പുറകിലോട്ട് വരും, വിധി നോക്കി അങ്ങനെ എങ്ങിരിക്കും. പക്ഷെ ബാക്കി എല്ലാവരും പഠിച്ച് എന്ത് ചെയ്യും? ജോലി കിട്ടി അങ്ങ് പോകും. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോവുക. ബാക്കി ഒരു കാര്യവും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അതിന്റെ മുറ പോലെ അങ്ങ് നടന്നോളും. എന്തായാലും ഇത്രയും വേക്കൻസി ഇനി ഒരു കാരണവശാലും മാറ്റാനായിട്ടുള്ള ചാൻസ് ഒക്കെ എന്താണ്? ഭയങ്കര കുറവാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഇത് നന്നായിട്ടിരുന്ന് പഠിക്കുക, അടിപൊളിയായിട്ടിരുന്ന് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്താ ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത? നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഈ വർഷം അവസാനം തന്നെ നമ്മൾ എന്തായിട്ട് മാറും? ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറും. ഈ വർഷം അവസാനം തന്നെ നമ്മൾ ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ വർഷം ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ആ ഒരു ഇന്ത്യൻ റെയിൽവേയുടെ, സദേൺ റെയിൽവേയുടെ അല്ലെങ്കിൽ നിങ്ങൾ വച്ച റെയിൽവേയുടെ
ആ ഒരു ടാഗ് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ. നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, RRB ഗ്രൂപ്പ് ഡിയുടെ എലൈറ്റ് ബാച്ച്. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ക്ലാസ്സസ് ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മലയാളത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് നോട്ട്സും നിങ്ങൾക്ക് കിട്ടും, മലയാളം നോട്ട്സും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, കാര്യം ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്ത ലാംഗ്വേജ് ഏതാണ്, മലയാളമാണ്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല, ബുദ്ധിമുട്ട് കാണും. മാത്രമല്ല ഈ ബാച്ചിനകത്ത് നമ്മൾ പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യ സാധ്യമായതെല്ലാം ഈ ബാച്ചിനകത്തുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഏറ്റവും മികച്ച ക്ലാസ്, ഏറ്റവും മികച്ച നോട്ട്സ്, ഏറ്റവും മികച്ച മെറ്റീരിയൽസ്, ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം സൂപ്പർ നോട്ട്സിന്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കസ്റ്റമർ കെയർ നമ്മൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഫുൾ എന്ത് ചെയ്യും, അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ. മറ്റേത് എന്തോ ആയിക്കോട്ടെ, അതിനി മെയ് 26 വരെ ആരും കാത്തിരിക്കേണ്ട. അതും എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. സോ മെയ് 26 ഈ കേസ് എന്ത് ചെയ്തേക്കുന്നത്, നീട്ടി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.